ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം സൂപ്പർ ഗെയിം റിയാലിറ്റി ഷോ മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, കോ ബ്രാൻഡഡ് ബൈ KSFE ഹാർമണി ചിട്ടികൾ ആൻഡ് സ്പെഷ്യൽ പാർട്ണർ ISSD. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSD യിൽ പഠിക്കൂ. ആൻഡ് ഹാപ്പി പീനട്ട്. ഇന്ന് ഈ ലെവൽ 4 മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളുടെ സ്വന്തം ദിവ്യയ്ക്ക് നല്ലൊരു കൈയടി. കം ഓൺ. ഒപ്പം തന്നെ എന്റെ ഹാൻഡ്ബോൾ പ്ലെയർ നമ്മുടെ പ്രിയപ്പെട്ട രേഷ്മ. അതോടൊപ്പം തന്നെ നമ്മുടെ പെയ്തൊഴിയാതെ എന്ന സീരിയലിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന ചാരുലതയുമുണ്ട്, ഹേമ ചേച്ചിയുണ്ട്. ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ ട്രോളി നിറയുള്ള സമ്മാനങ്ങളുമായി ദിവ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ദിവ്യക്ക് എങ്ങനെയാണ് ഈ സമ്മാനങ്ങളൊക്കെ കിട്ടിയെന്ന് നമുക്ക് കാണാം. ഓടിപ്പോ ഇന്നലത്തെ ഹൈലൈറ്റ്സ് ഇട്ടോ. കഴിഞ്ഞ ആഴ്ച കൊണ്ട് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞുള്ളൂ. എന്നെ ഇങ്ങനെ തളർത്തരുത്. എവന്റെ മുന്നിൽ അത് പറയരുത്. ജയിച്ചിരിക്കുകയാണ് ദിവ്യ. അത് വേണോടാ? അത് വേണം, അത് വേണം. ഈ നാട്ടുകാരൊക്കെ അറിയട്ടെ ചേച്ചിയുടെ ശരിക്കുള്ള സ്വഭാവം. വീണ്ടും മത്സരത്തിൽ ജയിച്ചിരിക്കുന്നു എന്റെ ദിവ്യ. അടിച്ചിരിക്കട, അടിച്ചു മോനെ. ലെവൽ 4 വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 20,000 രൂപയുടെ സ്മാർട്ട് TV ആണ്. അങ്ങനെ ടോട്ടൽ കിട്ടാൻ പോകുന്നത് 50,000 രൂപയുടെ ഫ്യൂച്ചർ. അങ്ങനെ നോക്കൌട്ട് ലെവലിലേക്കുള്ള പ്രോപ്പർട്ടീസ് റെഡിയാണ്. ആപ്പിളും ഉണ്ട്, ചീട്ടും ഉണ്ട്. എന്ത് പരിപാടിയുടെ ഇത്? അതായത് ചീട്ട് കൊട്ടാരം ഉണ്ടാക്കണം. അവിടെയാണ് ചീട്ട് കൊട്ടാരം ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ഇവിടെ നിന്ന് ചീട്ട് എടുത്തോണ്ട് അവിടെ കൊണ്ടുപോവാ, അതൊരു കൊട്ടാരം ഉണ്ടാക്കുക. വളരെ സിമ്പിൾ. രണ്ട് ചീട്ട് വീതമേ ഓരോ സമയത്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് തലയിൽ ഒരു സംഭവം വേണം. ഈ ആപ്പിൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകണം. 60 സെക്കൻഡിൽ ആരുടെ ചീട്ട് കൊട്ടാരത്തിനാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത് അവരായിരിക്കും നോക്കൌട്ട് ലെവലിൽ അങ്ങോട്ട് ജയിക്കാൻ പോകും. ഇതിലെങ്ങാനും തോറ്റു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോ your time starts now. കയ്യിൽ ചീട്ട് എടുക്കാം. രണ്ട് കാർഡ് കൊണ്ടുപോകൂ. ആപ്പിൾ താഴെ വീഴരുത്. പാക്കിങ് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടാക്കാം. ബാ രേഷ്മ, തിരിച്ചു വാ. അതെ വേണമെങ്കിൽ കാർഡൊക്കെ നീ അങ്ങനെ അടിച്ചോണ്ട് പോണ്ട. എന്റെ രേഷ്മ ഇങ്ങോട്ട് വാ. കൊച്ചിന്റെ ചെവിയിലൊന്നല്ലല്ലോ പറഞ്ഞു കൊടുത്തത്. ശരിയാണല്ലോ. ചീട്ടെല്ലാം കൊണ്ട് ഇവിടെ ഗ്യാമ്പിൾ ചെയ്യാൻ പോവാണ്. ഈ ദിവ്യയുടെ തല എന്ന് പറഞ്ഞാൽ മറ്റേ അടിച്ചു പരത്തിയത് പോലെയാണ് ഇരിക്കുന്നത്. എന്റെ കൊച്ചിന്റെ തല തൈക്കാടി കയറ്റം പോലെയാണ്. ഇനി ഇത് പൊക്കണം. അല്ല, ഇനി കെട്ടണം. അല്ല, പൊക്കണം. അവരൊന്നും വെച്ചിട്ടില്ല. 3, 2, 1, 0. അടിപൊളി, കൈയടിക്കാൻ. വേണമെങ്കിൽ ആ നാണക്കേട് മാറ്റാൻ ഒരെണ്ണം കടിച്ചോ. ഈ കണ്ണാടി വെച്ച് നന്ന എന്റെ കണ്ണിൽ കൂടെ ചോര പൊടിയിടാ, ചോര. അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, 4ാമത്തെ റൗണ്ട് ജയിച്ച് അടിച്ചു കയറി മുന്നേറിയിരിക്കുന്നു 50,000 രൂപയുടെ സമ്മാനങ്ങളുമായി ദിവ്യ. പണിപാളി. അല്ലല്ല, ഇത് രേഷ്മ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഡിമാൻഡാണ്. അതായത് ദിവ്യ ചേച്ചിക്ക് ഇപ്പൊ ആവശ്യം ഒരു വിജയം അത്യന്താപേക്ഷിതമാണ്. അതിനു വേണ്ടിട്ട് രേഷ്മ കോംപ്രമൈസ് ചെയ്തതാണ്. ഇനി അങ്ങനെയൊക്കെ പറയാലോ, ഇനി അങ്ങനെയൊക്കെ പറയാം. ശരി ചേച്ചി, താങ്ക് യു. വലിയ ഒരുപാട് നോക്കൌട്ട് റൗണ്ടിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ പുറത്തു പോകുന്നെങ്കിലും നമ്മൾ ധൈര്യത്തോടെ ഈ ജീവിതത്തിൽ തിരിച്ചു വരും. അത്രേ ഉള്ളൂ. അടിപൊളി രേഷ്മ. അത്രേ ഉള്ളൂ. അപ്പൊ രേഷ്മയ്ക്ക് വേണ്ടി എല്ലാ പ്രിയപ്പെട്ട കാണികളും നന്നായിട്ട് കൈയടിച്ച് എവരിവൺ. അപ്പോ ഒരു കോൺസലേഷൻ പ്രൈസ് നമ്മുടെ ഉമ്മച്ചേച്ചി കൊടുക്കുകയാണ്. പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ്. അവധികൾ എല്ലാവരും പോയി KSFE ഹാർമണി ചിട്ടുകളിൽ ചേർന്നോളൂ. ആദ്യം ചേരുന്ന 100 പേർക്ക് ഒരു ബമ്പർ സമ്മാനമുണ്ട്, ഒരു സിംഗപ്പൂർ യാത്ര. അതുകൊണ്ട് ഓടിപ്പോയി KSFE ഹാർമണി ചിട്ടുകളിൽ ചേരും. അപ്പൊ നിങ്ങളിൽ ഇനി ഒരാൾക്ക് ഈ മത്സരത്തിൽ കയറാനുള്ള അവസരം ലഭിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാക്കുളുക്കി, അതായത് ടങ് ട്വിസ്റ്റർ എന്നൊക്കെ പറയത്തില്ലേ, അതായിരിക്കും ചോദിക്കുന്നത്.
അതപ്പോ ഏറ്റവും നന്നായിട്ട് 3 തവണ പറയുന്നവരായിരിക്കും വിജയിച്ച് മുമ്പോട്ട് വരാൻ പോകുന്ന എന്റെ ടീമിലേക്ക് കയറാൻ പോകുന്നത്. പേരു മണി, പണി മണലു പണി. പേര് മണി മണലു പണി. പേരു മണി, പണി മണലു പണി. പേര് മണി മണലു. കഴിഞ്ഞു. ഓക്കെ, പേരു മണി, പണി അടുത്ത. മണലു പണി. പേരു മണി, പണി മണലു പണി. പേരു മണി, പണി മണലു പണി. ഓക്കെ, ഗുഡ്. പേരുമണി പേരുമണി മണി. പേരുമണി പണി മണലു പണി. പേരുമണി പണി മണലു പണി. പേരുമണി പണി മണലു പണി. വെരി ഗുഡ്. പേരുമണി പണി മണലു പണി. പേരുമണി മണി മണിയോ മണിയുടെ മണി. പേരുമണി പണി മണലു പണി. പേരുമണി പണി മണലു പണി. പേരുമണി പണി മണലു പണി. പേരുമണി പണി മണലു പണി. വെരി ഗുഡ്. പേര് മണി പണി മണലു പണി. പേര് മണി പണി മണലു പണി. പേര് മണി പണി മണലു പണി. ഓക്കെ, ഒരു മിസ്റ്റേക്കും ഇല്ലാതെ അത് കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്തിരിക്കുന്നത് that is none other than യുക്ത. എന്റെ അമ്മേ, ഒരു ഗ്രൗണ്ട് സപ്പോർട്ടഡാ. ഒപ്പോ എടാ, ആൾക്കാരെ കൂട്ടി വന്നിരിക്കുന്നടാ. നീ തീർന്ന് നീ പൊക്കോ. നീ തീർന്നടാ. വേണമെങ്കിൽ ഇതിന്റെ പുറകിൽ പാർവതി പുത്തനാറുണ്ട്, അതിൽ വേണമെങ്കിൽ നീ വീട്ടിൽ വെക്കോ. നാട്ടുകാരെ അറിയട്ടെ ആരാണ് നമ്മള്. എന്റെ പേര് യുക്ത. ഞാൻ ഇവിടെ നാലാഞ്ചിറാന്നാണ് വരുന്നത്. ഞാൻ ഇപ്പം ടെക്നോ പാർക്കില് CDS എന്ന് പറഞ്ഞ കമ്പനിയില് സൈബർ സെക്യൂരിറ്റി ജോലി ചെയ്യണോ? കണ്ടോ എന്നിട്ട്